അങ്ങനെ നമ്മുടെ മത്തി നന്നായിട്ട് വരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാട്ടോ. കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നോൺ വെജ് വെക്കാറില്ലെന്ന് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഇന്ന് ചേച്ചിയൊക്കെ വന്നപ്പോൾ കുറച്ച് മത്തിയായിട്ടാട്ടോ വന്നത്. എന്നാൽ പിന്നെ കുറച്ച് കറിയും വയ്ക്കാൻ വറുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഞാനല്ല കേട്ടോ ഇതൊന്നും ചെയ്യുന്നത്. വെട്ടുന്നതും അതുപോലെ തന്നെ വൃത്തിയാക്കുന്നതും കറി വയ്ക്കുന്നതും എല്ലാം ചേച്ചി തന്നെയായിരുന്നു. എനിക്ക് പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കേട്ടോ ഇവളെനിക്കിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളുടെ നോൺ വെജ് കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വറുക്കണതിന് മുന്നേ തന്നെ നമുക്ക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കറി വെക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് മാങ്ങ കുറച്ച് അരിഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടിയൊക്കെ ഇതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ ഐറ്റംസൊക്കെ ഇട്ട് ഇതുപോലെ കലക്കി വെക്കില്ലേ, ആ പരിപാടി കേട്ടോ. അങ്ങനെ കലക്കിയൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. നല്ല മണമുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്ത് നമ്മുടെ കറിയൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ ചാളയും വറുത്തു. വേഗം തന്നെ ചോറ് തിന്നാനുള്ള പരിപാടിയായിട്ടാണ്. നല്ല ചൂട് കറിയായിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ചാളക്കറി, പിന്നെ ചീര ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് ബിഗ് ബോസും കണ്ടിരിക്കുകയാണേ. അപ്പോൾ സൂപ്പറായിരുന്നു. ബൈ.